ഓണത്തിന് സർക്കാർ എന്തൊക്കെ നൽകുന്നു? കിറ്റും റേഷൻ ആനുകൂല്യങ്ങളും. എല്ലാവർക്കും ഇൻഫോ മീഡിയ വ്ലോഗിൻ്റെ ഏറ്റവും പുതിയ ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഓണക്കിറ്റിനെക്കുറിച്ചും മറ്റ് ആനുകൂല്യങ്ങളെക്കുറിച്ചുമുള്ള വിശദമായ ഒരു അധ്യായമാണിത്. നിങ്ങൾ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഓണം വരുമ്പോൾ മലയാളിയുടെ മനസ്സിൽ ആദ്യം വരുന്നത് സദ്യയും പൂക്കളവും ആഘോഷവുമൊക്കെയാണ്. പക്ഷേ കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ഓണം എന്നത് മറ്റൊരു കണക്കുകൂട്ടലിൻ്റെ സമയം കൂടിയാണ്. റേഷൻ കടയിൽ നിന്ന് ഈ മാസം എന്താണ് കിട്ടുക? ഓണക്കിറ്റ് കിട്ടുമോ? ഏത് കാർഡിനാണ് കിറ്റ്? നീലക്കാർഡിന് എന്താണ് ആനുകൂല്യം? വെള്ളക്കാർഡിന് എന്ത് കിട്ടും? ഇങ്ങനെ നോക്കുമ്പോൾ ഓണം ആഘോഷിക്കുന്നതിന് മുൻപ് നമ്മൾ റേഷൻ കാർഡിൻ്റെ നിറം നോക്കേണ്ട അവസ്ഥയാണ്. മനുഷ്യരെ 4 നിറങ്ങളാക്കി തിരിച്ച് ഭക്ഷ്യധാന്യത്തിൻ്റെ വില തീരുമാനിക്കുന്ന സംവിധാനം. നമ്മുടെ നാട്ടിൽ ബ്യൂറോക്രസി പോലും കളറിംഗ്, കോഡിംഗ് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു. 2026 ഓണക്കാലത്ത് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രധാന ആനുകൂല്യങ്ങളിൽ ഒന്നാണ് സൗജന്യ ഓണക്കിറ്റ്. ഏകദേശം 6,09,305 ഓണക്കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഈ കിറ്റ് കേരളത്തിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്ന ഒന്നല്ല. പ്രധാനമായും AAY, അതായത് മഞ്ഞ റേഷൻ കാർഡ് വിഭാഗത്തിലുള്ള കുടുംബങ്ങൾക്കും ചില വെൽഫെയർ സ്ഥാപനങ്ങൾക്കുമാണ് സൗജന്യ ഓണക്കിറ്റ് നൽകുന്നത്. ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് 10 മുതൽ 25 വരെയാണ് നടക്കുന്നതായി റിപ്പോർട്ടുകൾ ഇപ്പോൾ നിലവിൽ ഉള്ളത്. അതായത് വീട്ടിൽ മഞ്ഞ കാർഡ് ഉണ്ടെന്ന് മാത്രം അറിയുന്നത് പോരാ, സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വിഭാഗത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ടത്. ഇവിടെയാണ് പലർക്കും ഒരു സംശയം വരുന്നത്. മഞ്ഞ കാർഡിന് കിറ്റ് കിട്ടും, എന്നാൽ നീല കാർഡിനും വെള്ള കാർഡിനും എന്താണ്? ഇവിടെയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആനുകൂല്യം വരുന്നത്. ഓണത്തോടനുബന്ധിച്ച് നോൺ പ്രയോറിറ്റി റേഷൻ കാർഡ് ഹോൾഡേഴ്സ്, പ്രത്യേകിച്ച് നീല കാർഡ് വിഭാഗക്കാർക്ക് പ്രത്യേക റേഷൻ വിതരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നീല കാർഡുകാർക്ക് 3 കിലോ അരി കിലോയ്ക്ക് 10.90 നിരക്കിലും 2 കിലോ ഗോതമ്പ് കിലോയ്ക്ക് 8.70 നിരക്കിലും ലഭിക്കുന്ന പ്രത്യേക വിതരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് സൗജന്യ കിറ്റുമായി കൂട്ടിക്കുഴയ്ക്കരുത്. അതായത് മഞ്ഞ കാർഡുകാർക്ക് ലഭിക്കുന്ന സൗജന്യ ഓണക്കിറ്റും നോൺ പ്രയോറിറ്റി വിഭാഗത്തിന് ലഭിക്കുന്ന പ്രത്യേക സബ്സിഡി ഭക്ഷ്യധാന്യ വിതരണവും രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. കേരളത്തിലെ റേഷൻ സംവിധാനത്തിൽ തന്നെ ഓരോ കാർഡിനും വ്യത്യസ്ത അവകാശങ്ങളും നിരക്കുകളുമാണുള്ളത്. AAY അഥവാ മഞ്ഞ കാർഡ് ഏറ്റവും ദരിദ്ര വിഭാഗത്തെ ലക്ഷ്യമിടുന്നതാണ്. സർക്കാർ കണക്കുകൾ പ്രകാരം AAY കുടുംബങ്ങൾക്ക് പ്രതിമാസം 30 കിലോ അരിയും 5 കിലോ ഗോതമ്പും ലഭിക്കാനുള്ള അവകാശമുണ്ട്. PHH അഥവാ പിങ്ക് കാർഡിനും പ്രത്യേക ഭക്ഷ്യധാന്യ വിഹിതമുണ്ട്. അതേസമയം NPS അഥവാ നീല കാർഡിനും NPNS അഥവാ വെള്ളക്കാർഡിനും സബ്സിഡി നിരക്കിലുള്ള ഭക്ഷ്യധാന്യ വിതരണവുമുണ്ട്. കേരള സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം NPS കാർഡുകാർക്ക് അരി കിലോയ്ക്ക് 4 രൂപ എന്ന നിരക്കിൽ ലഭിക്കുന്നുണ്ട്. NPNS കാർഡിലെ അരിക്ക് 10.90 എന്ന നിരക്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് എല്ലാവർക്കും ഓണക്കിറ്റ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില തലക്കെട്ടുകൾ കാണുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടി വരുന്നത്. കിറ്റ് വേറെ, റേഷൻ ആനുകൂല്യം വേറെ. ഒരു കുടുംബത്തിന് കിറ്റ് കിട്ടുന്നില്ല എന്നതുകൊണ്ട് അവർക്ക് ഓണക്കാലത്ത് സർക്കാർ സഹായമൊന്നും ലഭിക്കുന്നില്ല എന്നല്ല. അതുപോലെ തന്നെ ഒരു പ്രത്യേക റേഷൻ ആനുകൂല്യം പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് എല്ലാവർക്കും ഒരേ അളവിലും ഒരേ വിലയിലും ഭക്ഷ്യധാന്യം ലഭിക്കുമെന്നും കരുതാൻ കഴിയില്ല. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്. സർക്കാർ പ്രഖ്യാപിക്കുന്ന ആനുകൂല്യം അർഹരായ എല്ലാവരിലേക്കും കൃത്യമായി എത്തുന്നുണ്ടോ? കാരണം പ്രഖ്യാപനം നടത്തുന്നത് വളരെ എളുപ്പമാണ്. പത്രത്തിൽ വാർത്ത വരും, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വരും, യൂട്യൂബിൽ തംബ്നെയിൽ വരും. ഓണത്തിൻ്റെ വൻ ആനുകൂല്യം, എല്ലാവർക്കും കിറ്റ്, റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കുക. പക്ഷേ യഥാർത്ഥ ചോദ്യം റേഷൻ കടയിൽ എത്തുമ്പോഴാണ്. ആർക്കാണ് കിറ്റ്? എത്ര സാധനമാണ്? എപ്പോൾ ലഭിക്കും? എന്ത് രേഖ വേണം? ഏത് രേഖ വേണം? കാർഡിൽ ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവയെല്ലാം സാധാരണക്കാരന് വ്യക്തമായി അറിയണം. പ്രത്യേകിച്ച് ഓണക്കാലത്ത് വിലക്കയറ്റം കൂടുമ്പോൾ ഭക്ഷ്യധാന്യങ്ങളുടെ സർക്കാർ ഇടപെടൽ സാധാരണ കുടുംബങ്ങൾക്ക് വലിയ സഹായമാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതികളെ രാഷ്ട്രീയ കണ്ണാടിയിലൂടെ മാത്രം കാണേണ്ടതില്ല. സർക്കാർ സഹായം നൽകുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ അതോടൊപ്പം ആ സഹായം കൃത്യമായി ലക്ഷ്യത്തിലെത്തുന്നുണ്ടോ എന്നതും ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു പദ്ധതിയുടെ വിജയം അത് പ്രഖ്യാപിച്ചതിലല്ല, അത് അർഹനായ മനുഷ്യൻ്റെ വീട്ടിലെത്തുമ്പോഴാണ്. ഈ ഓണത്തിന് മഞ്ഞ കാർഡുകാർക്ക് സൗജന്യ ഓണക്കിറ്റ്, നീല കാർഡുകാർക്ക് പ്രത്യേക സബ്സിഡി റേഷൻ, മറ്റ് കാർഡുകാർക്കും അവരുടെ വിഭാഗം അനുസരിച്ചുള്ള ഭക്ഷ്യധാന്യ ആനുകൂല്യങ്ങൾ. അപ്പോൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഓണത്തിന് എല്ലാവർക്കും ഒരേ കിറ്റ് എന്നതല്ല കഥ. റേഷൻ കാർഡിൻ്റെ വിഭാഗം അനുസരിച്ച് ആനുകൂല്യവും മാറുന്നു. അതുകൊണ്ട് വാട്സാപ്പിൽ വരുന്ന ഒരു മെസ്സേജ് കണ്ടിട്ട് ഓണക്കിറ്റ് കിട്ടുമെന്ന് കരുതി കാത്തിരിക്കാതെ നിങ്ങളുടെ റേഷൻ കാർഡിന് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന യഥാർത്ഥ ആനുകൂല്യം എന്താണെന്ന് പരിശോധിക്കുക. ഓണം ആഘോഷിക്കാൻ സദ്യ മാത്രം പോരാ, വിവരവും വേണം. അല്ലെങ്കിൽ സദ്യ കഴിച്ചിട്ട് അവസാനം ബിൽ നോക്കുന്നത് പോലെ ആനുകൂല്യം പ്രഖ്യാപിച്ച ശേഷമാണ് നമ്മൾ ഇത് എനിക്ക് കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ഈ ഓണത്തിൽ ഒരു കാര്യം മാത്രം ഓർക്കാം: സർക്കാർ എന്ത് പ്രഖ്യാപിച്ചു എന്നതിലുപരി നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് ലഭിക്കാൻ അർഹതയുള്ളത് എന്നതാണ് പ്രധാനം. നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.